Experience. ശർമിളെ, വളരെ ഗൗരവമുള്ളൊരു വിഷയം സംസാരിക്കാനാണ് ഞാൻ ശർമിളയുടെ അടുത്തൊന്ന് നേരത്തെ വരാൻ പറഞ്ഞത്. സാറേ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീട്ടിലെന്തെങ്കിലും പ്രശ്നമായാ? വീട്ടിലെ പ്രശ്നം ഞാൻ തന്നെ ശർമിളയായിട്ട് ചർച്ച ചെയ്യണത്. എൻ്റെ വീട്ടിലിപ്പോൾ തൽക്കാലം പ്രശ്നമൊന്നുമില്ല. ഈ സ്ഥാപനത്തിൻ്റെ പോക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശർമിളയ്ക്ക് അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ലേ? ഇവിടുത്തെ ബിസിനസ് ഇപ്പോൾ എങ്ങനെയാണ് പോകണമെന്ന് വല്ല ബോധമുണ്ടോ? എത്ര ദിവസമായി എന്തെങ്കിലും ഒരു ഇവൻ്റോ ഇതോ നടന്നിട്ട്? സ്ഥാപനത്തിൻ്റെ വളർച്ചയുണ്ടല്ലോ പടവലങ്ങ പോലെ ഇങ്ങനെ കീഴ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഇത് അടച്ചു പൂട്ടും. ശർമ്മള വേറെ വല്ല പണിക്കും പോകേണ്ടി വരും. സാറിങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലേ സാറ്. ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ പറ, ഞാൻ ചെയ്യാം. അതിന് പരിഹാരമുണ്ട്. ശർമ്മളയും കൂടെ നിന്നാലേ അത് നടക്കൂ. എന്നാ നമ്മൾ ഒന്ന് ഫീൽഡ് വർക്കിന് ഇറങ്ങണം. ഫീൽഡ് വർക്കാ? അതെന്നാ? അതായത് ഈ ശർക്കര ഇരിക്കുന്നിടത്ത് ഈച്ച ചെന്നില്ലെങ്കിൽ ഈച്ച ഉള്ളിടത്ത് ശർക്കര കൊണ്ട് വെക്കണം. എൻ്റെ ശർമ്മളയെ ഇവിടെ ഇപ്പോൾ ആൾക്കാർ വരുന്നില്ലല്ലോ, അപ്പോൾ ആൾക്കാരെ തേടി നമ്മൾ അങ്ങോട്ട് പോകണം, ക്യാൻവാസ് ചെയ്യണം. ക്യാൻവാസ് ചെയ്ത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഫീൽഡ് വർക്ക്. ഈ പൊരി വെയിലത്താ? എന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഞാൻ കറുത്തു പോവും. എന്നെ കൊണ്ടൊന്നും കഴിയില്ലേ? ശർമ്മളയുടെ കുടുംബം വെളുക്കുണ്ടെങ്കിൽ ഇച്ചിരി വെയിൽ കൊണ്ട് കറക്കാൻ നോക്ക്, അല്ലെങ്കിൽ എനിക്കിത് പൂട്ടേണ്ടി വരും. ഈ വെയിലത്ത് ഇറങ്ങണ്ടേ, അതാണ്. ഞാനൊരു കുട മേടിച്ചു തരാം. കൊടയൊന്നും മേടിക്കണ്ട, എൻ്റെ കയ്യിൽ പുതിയതുണ്ട്, ഞാൻ മേടിച്ചിരുന്നു. ഉണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ അതും പിടിച്ചിറങ്ങ്. നാളെ പോയാൽ മതിയാ? എൻ്റെ ശർമ്മള ഇന്നിറങ്ങ്. അന്നൊന്ന് ചൂടോടെ കാര്യങ്ങൾ ചെയ്യും. ഈ നാളെ എന്ന് പറഞ്ഞ് വെക്കല്ലേ, എല്ലാം അങ്ങനെ. അല്ല പോവാ സാറ് ചൂടാൻ വേണ്ട, ഞാൻ പോവാ. കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. അപ്പോൾ ഇന്നത്തെ ആ പെൻഡിങ്ങുള്ള പൈസകൾ കിട്ടാനുള്ളതൊക്കെ അതൊന്ന് കണക്കെഴുതി വെച്ചാ? കിട്ടാനില്ലത് എഴുതിന്, കൊടുക്കാനില്ലത് എഴുതിന്. കിട്ടാനില്ലതിനെക്കാട്ടും കൂടുതൽ കൊടുക്കാനായില്ല. ആണോ? എന്നാ പിന്നെ ഇനിയിപ്പോൾ ആർക്കും ഉടനെ ഇപ്പോൾ ഒന്നും കൊടുക്കണ്ട. അപ്പൊ എൻ്റെ ശമ്പളോ? അതും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ശമ്പളം ഇതുവരെ ഉള്ളൊന്നും പെൻഡിങ് ഇല്ലല്ലോ. ഇല്ല. കുറച്ച് ദിവസം ഒന്ന് ക്ഷമിക്ക്. ഇനി ഫണ്ട് വരാനുണ്ടല്ലോ, വരണല്ലേ ഞാൻ ചെയ്യാം. പിന്നെ സാറേ, പിന്നെ ലീവ് ആണെങ്കിൽ ചോദിക്കണ്ട. അല്ല ഈ ഫീൽഡ് വർക്കിന് ഇറങ്ങാൻ പറഞ്ഞില്ലേ, അന്നേരം അങ്ങ് വൈക്കത്തെ ശാരദേച്ചി മരിച്ചിനി. അങ്ങോട്ട് അതും കൂടി കയറിയിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. എന്നാൽ ശാരദേച്ചിയുടെ വീട്ടിലെ മരിപ്പിന് പോകുമ്പോൾ അവിടുത്തെ 16-ന്റെ ആ ഇവന്റ് പിടിക്കാൻ നോക്കാം. അത് സംസാരിക്കാം അവിടെ പോയി. അങ്ങനെ ബുദ്ധിപൂർവ്വം ചിന്തിക്കും. അല്ലെങ്കിൽ സാറ് പുലിയാണ്. വർക്ക് പിടിച്ചില്ലെങ്കിൽ പുലിയൊക്കെ പൂച്ചയായിട്ട് ഇവിടെ ഇരിക്കേണ്ടി വരും കേട്ടാ. സെറ്റാക്ക സാറേ. എടി നീ ഇങ്ങനെ വിഷം വെച്ച് നിന്നിട്ട് വല്ല കാര്യമുണ്ടാ? ക്ലീറ്റോച്ചേട്ടൻ എന്തെങ്കിലും ഒരു വഴി കാണും. എന്ത് വഴി കാണും? എത്ര നാളുണ്ട് പറയണമെന്ന് ഒരാടി എടുത്ത്. ആടിക്ക് ഒരു സീരിയസ്നെസ് ഇല്ല എന്റെ കാര്യത്തിൽ. അത് തന്നെ. പിന്നെ സീരിയസ്നെസ് ഇല്ലാഞ്ഞിട്ടാണ് നിന്നെ ഇവിടെ വരെ പഠിപ്പിച്ചത്? ഇല്ലല്ലോ. മാമി മെസ് അഡ്വാൻസ് കൊടുത്തില്ലെങ്കിൽ ഈ മാസം ഫുഡ് തരത്തില്ല എന്ന് പറഞ്ഞു. റെക്കോർഡ് മേടിക്കാനായിരുന്നു ഞാൻ 2 ആഴ്ച മുന്നേ പറഞ്ഞ. ഇനി എനിക്ക് റെക്കോർഡ് എഴുതി തുടങ്ങട്ടെ. ബാക്കി പിള്ളേരൊക്കെ മേടിച്ച് നാണക്കേടും ഇല്ലേ? എടി ഈ കാര്യമൊക്കെ ക്ലീറ്റോച്ചേട്ടനും അറിയാലോ, പിന്നെന്താ? തക്കടോ ചളി വേണം തീർപ്പിക്കണ എന്റെ പോന്നി. പിന്നെ ഡാഡി കാശ് തരാത്തോണ്ട് ചേച്ചി എന്തിനാ എന്നെ അടുത്ത് ദേഷ്യപ്പെടുന്ന? നീ പോ തക്കടോ. നീ കൈ കഴിയിട്ട് പൊയ്ക്കേ ചെല്ലിപ്പോ. മണ്ണി കളിക്കാന്നോണ്ട് കുറെ നേരമായി. ചേച്ചി ക്ലീറ്റോച്ചേട്ടന് ചോറ് കൊടുക്കാൻ പോയി. ആണോ? അങ്ങനെ ചോറ് വിളമ്പ്. വയ്യേ ഞാൻ കയറി വിളമ്പി തിന്നാ അറിയാലോ. പിന്നെ നിങ്ങളൊക്കെ പട്ടിണിയാവും. ചെല്ല്, പിടിപ്പത് പണിയുണ്ട്. വാ അച്ഛൻ അവിടുന്ന് കഴിക്കാം, ഞാൻ എടുത്തു തരാം. വാ. എന്ത് പറ്റി? മുഖത്തൊരു വട്ടം. അവക്ക് കോളേജിലേക്ക് കുറച്ച് പൈസ വേണം. എന്തിന്? ആ റെക്കോർഡിനും അവക്ക് എന്തിനൊക്കെ അടക്കാനൊക്കെ ആയിട്ട്. മാമി പിന്നെ കോളേജിൽ മന്ത്രിയൊക്കെ പറഞ്ഞ ഒരു ഫംഗ്ഷൻ പറഞ്ഞുണ്ട്. അതിന് ഡാൻസിന് പിടിച്ച് ചേർത്ത്. അപ്പൊ എല്ലാവരും ഒരുപോലെ ഡ്രസ്സ് എടുക്കണം. അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അതിനി വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അത് നീ പറഞ്ഞ ക്ലീറ്റോച്ചേട്ടനോട്? അത് പറഞ്ഞില്ല. എന്നിട്ടല്ലേ ഇനി അത് ആരെങ്കിലും കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചാ നടക്കുമോ? ആരെ? ഈ മോട്ടോർ മെക്കാനിക് അസോസിയേഷന്റെ കൊടങ്ങാള ബ്രാഞ്ച് സെക്രട്ടറി അപ്പൂണ്ണുണ്ട്, തറയിൽ അപ്പൂണ്ണ. കോളേജിലെ നമ്പർ ഞാൻ വിളിച്ചു പറയിപ്പിക്കാം. ഇവിടെ ഒരു തമാശ പറഞ്ഞാടെ. അത് അവക്ക് അത്ര തമാശയായിട്ട് തോന്നിയില്ല, മാറങ്ങോട്ട്. പക്ഷെ എനിക്കിപ്പോ വിശക്കുന്നത് അത് തമാശയല്ല, കാര്യമായിട്ടുള്ള കാര്യം. അത് ഞാൻ തരാം, അങ്ങോട്ട് വെക്കോ. ഇതൊന്ന് വിരിച്ചിടുന്നവരെ ഇരിക്കുവോ? ഇല്ലേ പറ്റൂ. അമ്മ പെട്ടെന്ന് പറഞ്ഞേ. ദേ വരിക.
വയറിഞ്ഞാ വയറ് നിറഞ്ഞാ? ഓ വയറൊക്കെ നിറഞ്ഞു. ആ മീൻകറിയിലൊക്കെ ഇച്ചിരി ഒന്ന് മുളക് കുറയ്ക്കും. എന്തൊരു എരിവ്. എരിവില്ലെങ്കിൽ പറയും, മൂളുമ്പ് ചോദിക്കണ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഇതാണ് കുഴപ്പം. നല്ലതും ചെയ്യാൻ പാടില്ല ചെയ്യും. അയ്യോ, നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി. പൈസയുടെ കാര്യം വല്ലതും ആണെങ്കിൽ അത് മറന്ന് തന്നെ അങ്ങ് പോട്ടെ, ഓർമ്മിക്കണ്ട. തൽക്കാലം ഇപ്പം ഓർക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങളാണല്ലോ കെട്ടിയോനും കൊച്ചുങ്ങളുടെ അപ്പനൊക്കെ. പെണ്ണ് വല്ല ഫീസിന്റെ കാര്യം പറഞ്ഞായിരുന്നോ? അവളുടെ മെസ് ഫീസിന്റെയും പിന്നെ റെക്കോർഡിന്റെ എന്തിന്റെയൊക്കെ പൈസ ചോദിക്കുന്നുണ്ട്. ഓ അവള് രാവിലെ ഇങ്ങനെ സൂചിപ്പിച്ച്, പക്ഷേ കൊച്ചുങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് തന്നെയാ, സൂചിപ്പിച്ചിട്ട് പ്രയോജനം ഇല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് അവൾ അവിടെ കിടന്ന് കരച്ചിലും പിടിച്ചിലുവാ. അങ്ക നീ ഇവിടത്തെ കാര്യം മനസ്സിലാക്ക്. ഇപ്പൊ പഴയ പോലുള്ള ബിസിനസ് നടക്കണില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് ഫീൽഡിൽ ഇറങ്ങിയൊക്കെ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യണത്. എങ്ങനെയെങ്കിലും ഒന്നും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കൂട്ടിമുട്ടിച്ച് കൊണ്ടുപോകാൻ നോക്കുമ്പോഴാ ആ പൈസ വരുമ്പോ അത് ചെയ്യാന്ന് പറഞ്ഞു. 1-2 പരിപാടികൾ. പിള്ളേർ കൊച്ചിന്റെ കോളേജിലും ഹോസ്റ്റലിലൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവോ അവർക്ക്? സ്കൂളിൽ പഠിക്കുന്ന കൊച്ചല്ല, വലിയ കോളേജിൽ പഠിക്കണത്. അതിന് നാണക്കേടാവരുത്. ഞാനേ ഈ ആഹാരം കഴിച്ച് സംതൃപ്തിയോടെ ഇരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു സന്തോഷം കളയല്ലേ. വരൂ സർ, വരൂ. ഇതാണ് ഓഫീസ് സാർ. ഹലോ, ഐ ആം എബ്രഹാം. കേട്ടിട്ടുണ്ടാവും, മാനേജിംഗ് ഡയറക്ടർ ഓഫ് എബ്രഹാം അസോസിയേറ്റ്സ്. ഐ എം ക്ലീറ്റസ് മത്തായി, വി ഹെൽപ്പ് മാനേജിംഗ് ഡയറക്ടർ. ഇരിക്കാം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് വന്നതാണ്. അപ്പോൾ യാദൃശ്യമായിട്ടാണ് മിസ്സസ് ശർമ്മള മാഡത്തിനെ പരിചയപ്പെടാൻ പറ്റിയത്. ഷീ ഈസ് എ ബ്രില്യൻ ഗേൾ. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ഈ സ്ഥാപനത്തിനെയും ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞത്. എന്നാൽ പിന്നെ ഒന്ന് നേരിട്ട് കണ്ട് പരിചയപ്പെടാമെന്ന് കരുതി വന്നതാണ്. ആക്ച്വലി ഞങ്ങൾ ഈ വി ഹെൽപ്പ് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥാപനമാണിത്. പിന്നെ അപ്പോൾ ഈ വി ഹെൽപ്പിൽ നിന്ന് സാറിന് എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ. അതായത് ഈ കഴക്കൂട്ടത്ത് ബൈപ്പാസിൽ ഞാനൊരു ഹോട്ടൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു 10-15 സ്റ്റാഫിനെയൊക്കെ അതിൽ ഉൾക്കൊള്ളണം. അപ്പോൾ അതിന് വേണ്ട ആൾക്കാരെ ഒന്ന് നിങ്ങൾ സംഘടിപ്പിച്ച് തരണം. അത് മാത്രമല്ല, അതിനു വേണ്ട പ്രൊമോഷൻ, മറ്റ് പരസ്യങ്ങൾ എല്ലാവരും കാണുന്ന രീതിയിലുള്ള ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം ഒന്ന് ചെയ്തു തരണം. പിന്നെന്താ സാറേ, നമ്മളെ ജോലി അത് തന്നെയാണല്ലോ. സാറ് മനസ്സിൽ വിചാരിക്കുന്നതെന്നും ഒരു 100 മടങ്ങ് ഗംഭീരമാക്കി ഞങ്ങൾ തരും. പിന്നെ മാത്രമല്ല, നല്ല ചുറുചുറുക്കും നല്ല സ്മാർട്ടായിട്ടുള്ള പിള്ളേരെ നമ്മൾ തരും. ഓക്കെ ശർമ്മള മാഡം, താങ്ക് യു. അപ്പോൾ ഞാൻ ശരിയായ സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേർന്നത്. പിന്നെ വെരി നൈസ്. ബൈ ദ ബൈ, ഇദ്ദേഹം ഇവിടുത്തെ സ്റ്റാഫായിരിക്കും? ഇത് ഇവിടുത്തെ സ്റ്റാഫല്ല, എൻ്റെ വീട്ടിലെ സ്റ്റാഫാ. വൈഫ്. സോറി. മാഡം എന്ത് ചെയ്യുന്നു? ഞാനിവിടെ പഞ്ചായത്തില് മെമ്പറാ. ഗ്രേറ്റ്. എനിക്ക് ഈ പൊതുപ്രവർത്തകരെ വളരെ ഇഷ്ടമാണ്. കാര്യം, ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ ഈ പൊതുപ്രവർത്തകർ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അപ്പോൾ മാഡത്തിന് ചിലപ്പോൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഈ നിർധനരായ വിദ്യാർത്ഥികളുണ്ടല്ലോ, പാഠപുസ്തകം പിന്നെ ബുക്സ് ഇതൊന്നും വാങ്ങാൻ നിവൃത്തിയില്ലാത്ത കുട്ടികൾ, അവർക്ക് സൗജന്യമായി പാഠപുസ്തകങ്ങൾ, ബുക്സ്, പെൻസിൽ, ഷൂസ്, യൂണിഫോം എന്ന് വേണ്ട ആ കുട്ടികൾക്ക് ആവശ്യമായ സകല സാധനങ്ങളും കൊടുക്കാൻ എബ്രഹാം അസോസിയേറ്റ്സ് തയ്യാറാണ്. അപ്പൊ ഞാൻ കുറച്ച് പിള്ളേരെ സംഘടിപ്പിച്ചു തന്നാ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? പിന്നെന്താ, തരട്ടെ എന്നോ മാഡം. ഞാൻ 100% ബില്ലിംഗ് ആണ്. അത് ഞങ്ങൾ പരമ്പരാഗതമായി ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ അച്ഛന അപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ ഇങ്ങനത്തെ ഓർഫനേജ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഫ്രീ ആണ്. ഇത് എൻ്റെ ഫ്രണ്ടാണ്. നേരത്തെ മെമ്പറൊക്കെ ആയിരുന്നു. പൊതുപ്രവർത്തനമാണ് ആള്. വേറെ പൊതുപ്രവർത്തകൻ. ഓക്കെ, എബ്രഹാം സാർ, എബ്രഹാം അസോസിയേഷന്റെ മാനേജിംഗ് ഡയറക്ടർ. ഓ ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടോ സാറേ, വണ്ടിയില് ഡീസൽ അടി. മോനെ ഡീസൽ അടിച്ചു. സാറേ ജിപേ ചെയ്താണ്. ജിപേ, സോറി, ജിപേ ഇന്നത്തെ ലിമിറ്റ് മൊത്തം കഴിഞ്ഞല്ലോ. ഈ പെഴ്സ് സ്ഥിരം മറവിയാ. ഒരു മിസ്റ്റർ ക്ലീറ്റോ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ഒന്ന് ചെയ്യാമോ? ഒരു 3000 റുപ്പീസ്. സാറേ, ആ പേയ്മെന്റിന്റെ കൂടെ അതും കൂടെ തരും. സാറ് നന്നായി ഹെൽപ്പ് ചെയ്യും. സാറ് കൊടുക്ക് സാറേ. ക്ലീറ്റോ, എന്തായാലും നമ്മൾ ബിസിനസ് ഡീല് ചെയ്യാൻ പോവില്ലേ? അപ്പോൾ ആ പേയ്മെന്റിന്റെ കൂടെ ഈ 3000
അങ്ങ് തരും. എൻ്റെ പ്രശ്നം അതല്ലേ, ഞാൻ ഒന്ന് ഈ പറഞ്ഞ മാതിരി ഇരുന്ന ക്യാഷ് എടുത്ത് 1-2 ഇതിലേക്ക് അടയ്ക്കാനുണ്ടായിരുന്നു, അടച്ചു. ഈ ജിപേ ഈ പറഞ്ഞ മാതിരി എൻ്റെയും ഇത് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ അയ്യോ അത് ഞാൻ അതല്ലേ എന്ത് അതെ 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 അതെ. അളിയ കൊടുക്കളിയാ. സാറിനെ പോലെ ഒരാൾ ഇവിടെ വന്ന് നമ്മളൊരു പ്രശ്നത്തിൽ വരുമ്പോൾ നമ്മളല്ലേ സഹായിക്കണ്ടേ? അല്ലെ നമ്മുടെ നാട്ടിൽ ചീത്ത പേരല്ലേ? കൊടുക്കൽ അൻസാർ പോക്കറ്റ് പൈസ ഇരിക്കല്ലേ അൻസാറെ, ഒരു കാര്യം ചെയ്യും, സാറിനത് കൊടുക്കുക, എടുക്കുക, അത് എത്രയാണെന്ന് വെച്ചാൽ കൊടുക്ക്, ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ കൊടുക്കുമല്ലോ, നമ്മളെ ബിസിനസ് തുടങ്ങില്ലേ പരിപാടി. ഹോട്ടലിന്റെ സ്റ്റാഫിന് ഇതേവല്ലേ തരാൻ പോകും. ഞങ്ങൾ ഒരു ബിസിനസ് ഉണ്ട്, അപ്പൊ അതിൽ കൂടി സാർ അത് ചെയ്തോ. അതെ. എത്ര? 3000. മോനെ വാങ്ങിച്ചോടാ. ഓ അവിടെ മോനെ നീ പുറത്തേക്ക്, ഞാൻ ഇതാ വരുന്നു. ആ തക്ക സമയത്ത് മിസ്റ്റർ അൻസാറും കൂടി എത്തി. താങ്ക് യു അൻസാർ. പിന്നെ നമ്മുടെ ഈ പ്രൊപ്പോസലിന്റെ ബഡ്ജറ്റ് ഒന്ന് എത്രയും വേഗം സെറ്റ് ചെയ്ത് തരണം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഈ ക്യാഷ് കൂടി തന്നേക്കും. അൻസാറിൻ്റെ പ്രത്യേകം പറഞ്ഞേക്കണം. പിന്നെ പ്രൊപ്പോസലിന് ഒരു ഡിലേ വരുത്തണ്ട, എത്രയും വേഗം നല്ല കളർഫുൾ ആയിരിക്കണം. എബ്രഹാം അസോസിയേറ്റ്സിന് ഒരു പേരുണ്ട്, അത് വി ഹെൽപ്പ്, അത് അനർത്ഥമാക്കി തരണം. ഓക്കെ ഓക്കെ, സീ യു. ശരി, ആയിക്കോട്ടെ. എന്റെ ശർമ്മളെ, എവിടുന്ന് കിട്ടുന്ന നിനക്ക് ഇതുപോലുള്ള കേസുകളെ? കഷ്ടം. അയ്യോ എബ്രഹാം സാർ നല്ല സാറാണ്, ഇഷ്ടംപോലെ കാശുണ്ട്. ആണാ? നിനക്ക് ലക്ഷങ്ങൾ വല്ലതും തന്ന് സഹായിച്ച? ഇല്ലല്ല. അയ്യോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3000 രൂപ ഡീസൽ അടിക്കാൻ ഇല്ലാത്ത ആദ്യത്തെ മുതലാളിയായിരിക്കും. എന്നിട്ട് എന്തൊക്കെയാ പറയണത്? ആ ജിപേയുടെ ഇത് തീർന്നു പോയി, കാർഡ് എടുത്തില്ല, പൈസ സഹായിച്ച്. ഈ എബ്രഹാം അസോസിയേറ്റ്സ് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. അപ്പൊ എന്റെ പൈസ? എന്റെ പൈസ സാറ് തരും. ഏത് സാറ്? എബ്രഹാം സാറ്. ഞാൻ അളിയനല്ലേ പൈസ തന്നെ? നീയല്ലേ പറഞ്ഞത് എബ്രഹാം സാറിനെ പോലുള്ള സാറ് നമ്മളെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാവുക എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലായിടും പറഞ്ഞ ഒരു പൊതു തത്വം പോലെ പറഞ്ഞല്ലേ? പക്ഷെ ഇത് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ കണ്ണുകൊണ്ട് എന്തോരം പ്രാവശ്യം കാണിച്ചു. എനിക്ക് മനസ്സിലാവണ്ടേ കാണിച്ചത്? അല്ല വേറെ കാര്യമുള്ളൂ, കൂടുന്ന് പറയണം. എടേ ഒരു പൊതുപ്രവർത്തകനല്ലേ നീ ഒരാളെ സഹായിച്ചെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. എന്റെ അളിയ പൊതുപ്രവർത്തനം നമ്മൾ ചെയ്യും, നമ്മുടെ സ്വന്തം പൈസ മുടക്കിയല്ലേ ചെയ്യുന്നത്. എടേ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് സഹായിക്കുന്നവനാണ് ഒരു ശരിക്കുള്ള ഒരു പൊതുപ്രവർത്തകൻ അല്ലേ? ഇത് പ്രവർത്തകൻ. എനിക്ക് ഞാൻ ഒന്നും കേൾക്കണ്ട. ഞാൻ അളിയൻ്റെ ഓഫീസ് വെച്ച് അളിയൻ പറഞ്ഞിട്ടാണ് പൈസ കൊടുത്തത്. എനിക്ക് അളിയൻ പൈസ തന്നേ പറ്റത്തുള്ളൂ. തങ്കവും ശർമ്മളയും സാക്ഷിയാണ്. അളിയൻ എനിക്ക് പൈസ തരണം, വേറൊന്നുമില്ല. വെറുതെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിക്കോട്ടെ എന്നാ. അൻസാർക്കാന്നൊക്കെ ഞാനും വരുന്നു. പോണ് ശർമ്മളെ. കിട്ടും. ശർമ്മളെ, നമ്മൾ ഈ ഫ്രൂട്ട്സ് കടയിൽ ഇരിക്കുന്ന ഫ്രൂട്ട്സുകളിൽ വിഷമടിച്ച ഫ്രൂട്ട്സുകളുണ്ട്, ഇല്ലാത്തതുകൊണ്ട് അത് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഉണ്ടാവണം കേട്ടോ. എബ്രഹാം സാറ് വിഷമില്ലാത്ത ഫ്രൂട്ടാണ്. ആണോ? ശരി, തിരി. എടാ ഒന്നുമില്ലെങ്കിലും നിന്റെ ഇടവും വരെ നിന്നമാരല്ലടാവേ. ആ അൻസാറിന് ഈ പണി കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്ത് പണി? അൻസാറിന് പണി കൊടുത്ത എന്ത്? പിന്നല്ലാതെ അവൻ ചോദിച്ചു വാങ്ങിച്ചല്ലേ. ആ എബ്രഹാം സാർ നിന്നെ വിളിച്ച? എവിടെന്ന് പിന്നെ വിളിക്കോ? അയാൾക്ക് ഒരു 3000 രൂപയുടെ ആവശ്യം ഉണ്ടായി, അയാൾക്ക് അത് കിട്ടി, അയാൾ പോയി. പിന്നെ ഒരു വിവരവും ഇല്ല. ഇത് സംഭവം ഉണ്ടല്ലോ, ഇത് ഹൈടെക് തട്ടിപ്പുകാരനാണ്. അവന്റെ കാഴ്ച വസ്ത്രത്തിന് വേഷവിധാനത്തിന് ഒരു കുറവുമില്ല. നല്ല ഇങ്ങനെ ഗ്ലാമറായിട്ട് ഇവിടെയൊക്കെ പഴുത്ത് ചുമന്ന് ഇങ്ങനെ ഗമയില് ഇടയ്ക്ക് ഇംഗ്ലീഷൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വിശ്വസിക്കല്ലോ. എന്നിട്ട് ഇവക്ക് വാഗ്ദാനം കൂടി പഞ്ചായത്തില് ഇവളുടെ വാർഡിലെ പിള്ളേർക്ക് എല്ലാവർക്കും യൂണിഫോം, പിന്നെ ബാഗ്, കുട, ഡപ്പർ കട്ട, കട്ടർ, പിന്നെ എന്ത് സൂസ്, സോസ്, എന്തൊക്കെ പറഞ്ഞടി എല്ലാം കൊടുക്കാം. വീഴും. അത് വിശ്വസിച്ച് പിള്ളേരെ വിളിച്ചു കൂട്ടിയിട്ട് വേണമെങ്കിൽ ആൾക്കാർ മുഴുവൻ യൂമർത്ത് വന്ന് സമരം ചെയ്യും. പിന്നെ ഈ ശർമ്മടക്ക് ഇത് എവിടെ നിന്ന് കിട്ടുന്നു ഇങ്ങനത്തെ വള്ളി കേസുകളൊക്കെ? അതൊരു പാവമാണ്. എന്താ പക്ഷെ വേറൊരു കാര്യമുണ്ട്, നീ അവളെ പറ്റിച്ചാലും എൻ്റെ അടുത്ത് ഈ പരിപാടി ഒന്നും നടക്കൂല. ഞാൻ ഈ വരുന്നവൻ്റെയൊക്കെ വല്യാപ്പാണ് നമ്മള്. ഇതില് മാസ്റ്റർ ഡിഗ്രി എടുത്തേക്കുന്ന ആളാ ഞാന്. അപ്പൊ എൻ്റെ അടുത്താണ് അവൻ കളിക്കാൻ പറഞ്ഞത്. ശരിയാ. എന്നാലും അയാളെ ധൈര്യം സമ്മതിക്കലോടി. 3000 രൂപ കൈ എടുക്കാനില്ലാത്തവനാണ് കോടീശ്വരൻ എന്ന് പറഞ്ഞു വന്നത്. അൻസാറിലെ അറിയണ്ടല്ലോ, ഉറപ്പായിട്ട് അളിയൻ തലയും കുത്തി വിടാൻ. പിന്നെ അളിയനെ തലയെ കുത്തിയിടാൻ പറഞ്ഞിട്ട് ഈ അൻസാറിന് അളവ് പഠിപ്പിച്ചു കൊടുത്തവനാണ് ഞാൻ. അപ്പൊ അവൻ എൻ്റെ മുമ്പിൽ നിന്ന് ഷോ. പിന്നെ ഞാൻ അതുകൊണ്ടെല്ലാം മിണ്ടാണ്. എന്താ ബുദ്ധി ഉപയോഗിക്കണ്ടേ? ഞാൻ നൈസാ സ്കൂട്ട് ചെയ്തപ്പോ അവനെന്താ 10 തലയുള്ളതല്ലേ. നമ്മളെ നാട്ടില് ഒരു ആള് വന്നിട്ട് അയാളെ ബുദ്ധിമുട്ടല്ലേ എന്ന് ഞാൻ പറഞ്ഞു എടുത്ത് കൊടുക്കാൻ പറഞ്ഞു.
പിന്നെ അവന് വിടാൻ പറ്റുമോ? എടുത്തു കൊടുത്തത് നാട്ടുകാരോട് മൊത്തം പറഞ്ഞു. എന്താന്ന്? ആർക്കാണ്ട് കാണ്ട് മച്ചമ്പി 3000 രൂപ അൻസാർ കട തേച്ച് കൊടുത്തെന്ന് പറഞ്ഞ് ജംഗ്ഷനിൽ നിന്ന് പരാതി പറയുന്നു. ആണോ? ഓ ഓ ഇനി എല്ലാരോടും പറയും. സംഭവം എന്താണെന്നുള്ളതിന്റെ ദൃക്സാക്ഷി ഇതാ നിപ്പുണ്ട്. അവൾക്കറിയാം ഞാൻ എന്താ പിടിച്ചു വാങ്ങിച്ചു കൊടുത്തതാണോ അവൻ മനഃപൂർവ്വം കൊടുത്തതാണോ എന്നുള്ളത്. അല്ലേടി? അത് ശരിയാ. പക്ഷെ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞു. എന്തിനു ഞാൻ എടുക്കണതിന്? നീ വല്ലവനും കൊടുത്ത പൈസ ഞാൻ എന്തിനു വാങ്ങിച്ചു കൊടുക്കണത്? അതൊരു മര്യാദയാണ്. എന്ത് മര്യാദയോട്? നീ എങ്ങനെയല്ല പൈസ മേടിച്ചു കൊടുക്കാൻ നോക്കണേ? അതിന്റെ ആവശ്യമൊന്നും പറഞ്ഞ ഉടനെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കാൻ അൻസാർക്കാനോട് ആരാ പറഞ്ഞേ? പറഞ്ഞിട്ടല്ലേ കൊടുത്തത്? ഞാൻ പറഞ്ഞില്ല. അല്ലെന്ന്, അത് ഈ കൊടുത്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ അൻസാർക്ക നിക്കുവല്ലേ? അതല്ലേ പറഞ്ഞത്. എടീ എവിടുന്നോ നമ്മളെ നാട്ടിൽ വന്നൊരു സാറിനെ നമ്മൾ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ഈറ്റ ഒഴിവാക്കി വിട്ടതല്ല. അപ്പൊ അൻസാർക്ക് എവിടുന്നോ കേറി വന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി കള്ളത്തരമാന്ന്. അപ്പൊ ഞാൻ കണ്ണുകൊണ്ട് കാണിക്കുകയും ചെയ്ത് ഈറ്റോ, എന്നിട്ടും മനസ്സിലാവണം. അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല. സാമാന്യ ബുദ്ധി എന്നുള്ള സാധനം ഇല്ല. ചില സമയം തീരെ അവ എങ്ങനെയോ 5 വർഷം മെമ്പറായിട്ട് അങ്ങ് പോയി. എന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഇവിടെ വന്നിട്ട് വീട്ടമ്മച്ചമ്മ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കാനാ. ആരെ? എന്നെ? ഓ വിളിക്കുന്ന അൻസാർ വിളിക്കുന്ന എടുക്ക്. എന്തിനാ ഞാൻ എന്തിനാ എടുക്കണ? ഞാൻ 3000 ഞാൻ ഒപ്പിച്ചു കൊടുക്കാം. ഞാൻ എന്റെ ഇല്ലാന്ന് പറ. എന്റെ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനായില്ലേ? ഈ മിണ്ടാണ്ടിരുന്ന ഒരു പ്രശ്നം തീർന്നില്ലേ? അത് പിടിച്ചു നടക്കുമായിരിക്കും. അത് പിടിച്ച് നടക്കട്ടെ. എന്നെ വിളിക്കുന്നു. ഞാൻ എന്തോ പറയണം? നീ എടുത്തിട്ട് എന്തേലും പറഞ്ഞു. വീടെത്തിയിട്ടില്ലെന്ന് പറ. നീ അതുവഴി കുടങ്ങാവളേക്ക്. ഹലോ അൻസാർക്ക, ഇല്ല ഞാൻ കൊടങ്ങാവളോട്ട് പോവാ. ഇത്രേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. നല്ല നിഴലും നിലാവുമായിട്ട് നടന്ന ആളോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഓ എന്നാ പിന്നെ നീ കൂടാൻ 3000 രൂപ അൻസാറിന്. ഞാനാ? ഓ ഞാനേ കുളിക്കട്ടെ. നിഴലും നിലാവിൻ്റെ ഇടയിൽ നക്ഷത്രമായിട്ട് നീ ഉണ്ടാവാറുണ്ടല്ലോ. കൊടുത്തേരെ, കുഴപ്പമൊന്നുമില്ല. നിലാവും നക്ഷത്രം. സാറെന്ത് പണിയാ സാറ് കാണിച്ചിന്? ആ താക്കോലെടുത്തിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട്? ഇത് ഇരട്ടി പണിയായില്ലേ? ഇന്നലെ ഞാൻ കുറച്ച് തിരക്കിൻ്റെ ഇടയിൽ അറിയാണ്ട് താക്കോലെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു പോയി. ഇപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് വന്നതിൻ്റെ പൈസ ഞാൻ കൊടുത്തോളാം കേട്ടോ. അത് ഞാൻ തരാം. കൈ കൊടുത്തോ. എന്നിടന്ന് ബഹളം വൈകിട്ടാ. തങ്ക ഓഫീസിൻ്റെ താക്കോലും എടുക്കേ. ഓഫീസിൻ്റെ താക്കോലും എടുക്ക്. ശർമിള ഒന്ന്. സാറേ, എബ്രഹാം സാറ് വിളിച്ചിന്. പിന്നെ ബഡ്ജറ്റും ഡീറ്റെയിൽസ് എല്ലാം രാവിലെ തന്നെ മെയിൽ ചെയ്ത് അയക്കാൻ പറഞ്ഞിന്. നിനക്ക് വേറെ പണിയൊന്നുമില്ല ശർമിളെ. സ്വന്തമായിട്ട് എണ്ണ അടിക്കാൻ കാശില്ലാത്തവന് ഇപ്പോൾ ഹോട്ടൽ തുടങ്ങാൻ പോകണം. ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. വെറുതെ സമയം കളയല്ലേ. ഏച്ചിനും ചോദിച്ചിനി സാറ്. എന്റെ പൊന്നെ, എനിക്ക് വേണ്ട. കിട്ടാത്ത കാര്യങ്ങൾ ആ പിള്ളേരെ വെറുതെ ആശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ നാട്ടുകാർക്ക് പരാതിയാണ് ഈ രാഷ്ട്രീയക്കാർക്ക് ഈ വാഗ്ദാനം കൊടുക്കൽ മാത്രമേ ഉള്ളൂ എന്ന്. വേണ്ട. അല്ല, സാറ് നല്ല സാറാണ്. അത് അന്നേരം തന്നെ മനസ്സിലായി, നല്ല സാറാണ്. ശർമിളെ, ഈ പറഞ്ഞ മാതിരി വെറുതെ സമയം കളയാണ്ട് നീ അവനെ വിട്. എന്നിട്ട് വേറെ ഏതെങ്കിലും നല്ല കസ്റ്റമറെ തരാൻ നോക്ക്. അത് നടക്കൂല. ഇതൊക്കെ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാണ്. പരിചയക്കുറവുകൊണ്ട് പറയണം. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നടക്കൊന്നുമില്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയണേ. ഇത് നടക്കൂല എന്ന് എനിക്കറിയാലോ. ഇങ്ങനത്തെ എത്രയോ ഞാൻ കണ്ടയ്ക്കുന്നു. മഴ അത് പോട്ടെ. നീ ഓട്ടോറിക്ഷക്കാരിൽ പനിയാറ്റം വന്ന് ആദ്യം ലീവ് എടുക്കേണ്ടി വരൂലേ? അയ്യോ, കൊട അതിനകത്ത് കൊട എടുത്ത് പിടിക്ക്. അത് നഞ്ഞ പിന്നെ അത് കരിമ്പനായിരിക്കും. ചേച്ചി പോട്ടെ. വേറെ നല്ല കസ്റ്റമറെ ഇങ്ങോട്ട് ക്യാൻവാസ് ചെയ്യും. അറിയാലോ ഇപ്പോഴത്തെ കാര്യങ്ങള്. 1-ാം തീയതി ആകുമ്പോ ശമ്പളം എന്ന് പറഞ്ഞ് വിളിക്കല്ലോ ചേച്ചി. ഓ, ഒരു കിളി എവിടെ പറന്നു പോയിട്ടുണ്ട് ശർമ്മളക്ക്. ശർമ്മള ടാറ്റ കാണിക്കണം നിനക്ക്.
കട നിനക്ക് ഇഷ്ടപ്പെട്ടു? കട എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് 3 കൂടെ 12 രൂപയാണ് 12 രൂപ. 10 രൂപയ്ക്ക് ഞാൻ സെറ്റ് ചെയ്തത്. ഓ, set ആക്കാം. ഓക്കെ പോരെ. ക്ലീറ്റോ അളിയാ. ഹലോ ക്ലീറ്റോ അളിയാ. ഓക്കെ 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 ക്ലീറ്റോ. നമുക്ക് നാളെ ഞാൻ അളിയാ, ഇവിടെ ഇല്ലല്ലേ? നമുക്ക് നോക്കട്ടെ, ഞാനത് ക്ലീറ്റോ. ഞാൻ പറയാം. ഓക്കെ 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 അളിയാ. ശരി ശരി ശരി. ക്ലീറ്റോ. ധർമ്മളെ, സാർ ഈ ഫീൽഡ് വർക്കിന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇന്നലെ ഞാൻ 13 ആളെ കണ്ടിനി. ഈ 13-15 പേരെ കണ്ടിട്ട് വല്ല ഉപയോഗമുണ്ടോ? അതാണ് എനിക്ക് അറിയേണ്ടത്. ആ തട്ടുകടയിൽ പൊറോട്ട അടിക്കാൻ ഒരു മാസ്റ്റർ വേണം പറയണ്ടേന്. ചിലപ്പോൾ അത് നടക്കുമായിരിക്കും. ഏതെങ്കിലും ബംഗാളി ഒപ്പിച്ച് കൊടുക്കുക അതിന്. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക്. ഇത് പോരാ, പ്രവർത്തനങ്ങൾ ഭയങ്കര ഇതാണ് കേട്ടോ, മുന്നോട്ട് പോണ കാര്യങ്ങളെ. ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, പറ്റാത്തോണ്ടല്ലോ. ശ്രമിക്കുന്നുണ്ടല്ലോ. ഇനി എന്താ ഒരു മാർഗം കുറച്ച് പരിപാടികൾ കിട്ടാൻ വേണ്ടിയിട്ട്? അല്ല, ഞാൻ ആലോചിക്കുകയാണ്, നമുക്ക് എന്തിനാണ് ഈ ഫോൺ കൊണ്ട് നടക്കുന്നത്? ഈ ഫോൺ എന്തിനാ കൊണ്ട് നടക്കുന്നത്? ഫോൺ വിളിക്കാം. വിളിക്കാം. എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചാൽ മാത്രം വരുന്ന കോളും കൂടെ എടുക്കണം. പക്ഷെ ഇത് കംപ്ലൈന്റ് ഇപ്പൊ നന്നാക്കി കിട്ടിയുള്ളൂ അളിയാ. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ മാത്രം അളിയന് കംപ്ലൈന്റ് ആണ് ഫോണ്. അല്ല, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ വിളിച്ചല്ലോ. എന്നെ അളിയെ കേട്ടിട്ട് അറിയാത്ത കണക്കങ്ങ് പോയി. അതിനാണ് സാറേ ഞാൻ അങ്ങനെ പോണത്. സംസാരിക്കണത് സത്യമായിട്ട് നിന്നാണ്. വീടാളി, അതൊക്കെ വീട്. ഞാൻ കണ്ടില്ല സാറേ. കണ്ടെങ്കിൽ കുറെ കാലമായിട്ട് ഞാൻ കാണുന്നില്ല. ഇതൊക്കെ വീട്. ഇതല്ല അളിയൻ നമ്പറാണ് സാറേ. പിന്നെ നിന്റെ മറ്റേ പൈസ അത് പോയതുപോലെയാണ് കേട്ടാ. എബ്രഹാം സാറിന് കൊടുത്ത പൈസ 3000 ഫോട്ടോ പോയെന്നാ. അളിയ അതിന്റെ ഇരട്ടി പൈസ എനിക്ക് കിട്ടി. അളിയ 3000-ന് 5000 കിട്ടി എനിക്ക്. എങ്ങനെ? അളിയ ഈ എബ്രഹാം സാറേ അളിയ ഉദ്ദേശ കണക്കുള്ള ആളല്ല. ആള് ഡീസൻ്റാ. ആള് നല്ല മാന്യനാണ്. അയാളെ DDT നമ്മുടെ ഓഫീസിൽ എന്നെ തിരക്കി പിടിച്ചു വന്ന് എനിക്ക് പൈസ തന്നു. 3000 അല്ലേ ഞാൻ കൊടുത്തത്, എനിക്ക് 5000 രൂപ തന്നു. അല്ല സാറേ, നമ്മളെ ഡീലിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? എൻ്റെ അളിയ അതിന് ഡീൽ ഉണ്ടാക്കാൻ അളിയും കൊട്ടേഷൻ വല്ലതും കൊടുത്താ. അവർക്ക് ഭയങ്കര അത്യാവശ്യമായിരുന്നു. അവർ വേറെ നല്ല ആണുങ്ങൾക്ക് കൊടുത്തു. 2 ലക്ഷം രൂപ ചെക്ക് അഡ്വാൻസ് കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എനിക്ക് വേറൊരു ഉപകാരം കൂടി ഉണ്ടായി. എനിക്ക് ഒരു ലോട്ടറിയും കൂടെ അടിച്ചതിൻ്റെ സൈഡിൽ കൂടെ 100 പിള്ളേർക്ക്, നമ്മുടെ വാർഡിലുള്ള നിർധനരായ പിള്ളേർക്ക് സ്കൂള് യൂണിഫോം, പുസ്തകം, ചെരുപ്പ്, കൊട ഇതെല്ലാം നമ്മുടെ DDT പാർട്ടി വഴി ഞാനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പക്കുട്ട സാറിൻ്റെ മുന്നിൽ എൻ്റെ മൈലേജ് അങ്ങ് മാറിയറിയാം. നമുക്കിത് കൊട്ടേഷൻ തിരിച്ച് പിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ അളിയാ? എൻ്റെ അളിയ പോയ ബുദ്ധി ഇനി പിടിച്ചാൽ കിട്ടി. ഞാനും പോകുന്നു കേട്ടാ. ശരി. ഞാൻ പറഞ്ഞിട്ട് സാറേ അന്നേരം എബ്രഹാം സാർ നല്ലതാണ്.